നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയി കാത്തിരുന്ന UCL ക്വാർട്ടർ ഫൈനൽ ഡ്രോനെ കുറിച്ചാണ്. വാസ്തവത്തിൽ ഒരു ട്രിമാൻഡസ് ആയിട്ടുള്ള ഡ്രോ ആണ് നമുക്ക് പറയാം. കാരണം അത്രയും അടിപൊളി മാച്ചുകളാണ് നമുക്ക് ഇനി വരാനിരിക്കുന്നത്. UCLന്റെ ഓരോ നിമിഷങ്ങളും അടിപൊളിയാവുന്നതിനുള്ള ഒരു സൂചിയാണ് ഇന്നത്തെ ഡ്രോ നമുക്ക് കാണിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയി നമ്മൾ കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി പോരാട്ടം. ഈ മാച്ച് എന്താകുന്നത് ഒരു പിടിയില്ല. കാരണം രണ്ട് മാനേജർമാർ അടിപൊളി ബ്രില്യൻ്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ പ്ലേയേഴ്സും സെറ്റാണ്. അപ്പോൾ എന്താണ് UCL സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, റയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിവെഞ്ച് അടിക്കാനുള്ള ഒരു മൊമെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷം സിറ്റി അവരെ പരാജയപ്പെടുത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ റിവെഞ്ച് അടിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണ് ഈ മത്സരം. അതുകൊണ്ട് തന്നെ എന്താകും എന്നുള്ളത് ഒരു പിടിയില്ല. അതുപോലെ തന്നെ രണ്ട് ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിറ്റിയുടെ ഭാഗത്ത് അത്രയും വലിയ ഇഞ്ചേർഡ് ആയ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ റയലിൻ്റെ സൈഡിൽ അവർ മെയിൻ പ്ലെയറായ കോട്ടോയിസും അതുപോലെ തന്നെ മിനിറ്റാക്കി ഇഞ്ചേർഡാണ്. അവർക്കൊക്കെ ഈ ക്വാർട്ടറിലേക്ക് എത്താൻ സാധിക്കുമെന്നല്ല. പക്ഷേ എന്ത് തന്നെ ആയാലും റയൽ മാഡ്രിഡ് UCLലേക്ക് വരുമ്പോൾ അവരുടെ മാച്ച് ഡിഫറൻറ്റ് തന്നെയാണെന്ന് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി അടുത്ത അടിപൊളി മാച്ചാണ് ആർസനൽ വേഴ്സസ് ബയൺ പോരാട്ടം. ഇത് എന്താ സംബന്ധിച്ചാൽ ബയണിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് എക്സ്പീരിയൻസിലാണ്. UCL മാച്ച് കളിച്ച് എക്സ്പീരിയൻസ് താരങ്ങളാണ് അതിലുള്ളത്, എസ്പെഷ്യലി മുള്ളറൊക്കെ. അപ്പോൾ അത്തരത്തിലേക്ക് നോക്കുകയാണ് ബയൺ നല്ല സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസനൽ ഒട്ടും മോശമല്ല. പ്രീമിയർ ലീഗ് നല്ലൊരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആർഡേറ്റ് പോലത്തെ ഒരു കോച്ചാണ് അവരെ കോച്ച് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ബ്രില്യൻസ് അദ്ദേഹം അവിടെ ഗ്രൗണ്ടിൽ നടപ്പിലാക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയുന്നുണ്ട്. അപ്പോൾ അടിപൊളി മാച്ചാകാൻ സാധ്യതയുള്ള മറ്റൊരു മാച്ചാണ് ആർസനൽ വേഴ്സസ് ബയൺ പോരാട്ടം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അടിപൊളി മാച്ച് സാധ്യത PSG വേഴ്സസ് ബാർസലോണ പോരാട്ടമാണ്. ഈ ഒരു മാച്ചിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ബാർസ സംബന്ധിച്ച്. കാരണം ബാർസ 4 വർഷമായിട്ട് ഇപ്പോൾ ക്വാർട്ടറിൽ എത്തിയിട്ട്, അപ്പോൾ ഈ വർഷമാണ് ഇപ്പോൾ അവർക്ക് ക്വാർട്ടറിൽ സാധിച്ചത്. അവരുടെ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ലാമാസിയ പ്രൊഡക്ട്സിനെ വെച്ചാണ് അവർ നല്ല പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ പ്ലേയേഴ്സിന് നമ്മൾ എടുത്തു പറയുന്നത്, അപ്പോൾ ലാമിലേമാനെ പോലത്തെ താരങ്ങളൊക്കെ നല്ല രീതിയിലാണ് ബാർസയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ വെച്ചാണ് ബാർസ കളിക്കുന്നത്. എന്നാൽ അപ്പുറത്തേക്ക് PSG നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പനെ പോലത്തെ നല്ല പ്ലേയേഴ്സിൻ്റെ അവിടെ യങ് പ്ലേയേഴ്സിനെ വെച്ചാണ് എൻട്രിക്ക് അവിടെ കളി മെനയുന്നത്. അപ്പോൾ എംബാപ്പനെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. കാരണം ഒറ്റയ്ക്ക് കളി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലെയറാണ്. വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എംബാപ്പനയ്ക്ക് എങ്ങനെയായിരിക്കും ബാർസ ഡിഫൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാവി വേഴ്സസ് എൻട്രിക്ക് പോരാട്ടം നമുക്ക് കാണാവുന്നതാണ്. അതൊരു അടിപൊളി മാച്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എടുത്തു പറയുന്ന മറ്റു കാര്യം, ബാർസലോണയ്ക്ക് UCL നേടാൻ പറ്റുന്ന ഏറ്റവും ഒരു അവസരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ ബോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മത്സരം PSG-ക്കെതിരെ മത്സരം വിജയിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത മത്സരം ഒരു പക്ഷേ ഡോട്ട്മുണ്ടിനെതിരെയോ അല്ലെങ്കിൽ അത്ലറ്റിക്കോക്കെതിരെ ആയിരിക്കാം. അപ്പോൾ ആ മാച്ചിൽ വിജയിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ അവർക്ക് ഫൈനൽ പ്രവേശനം നടത്തി ഭാഗ്യമുണ്ടെങ്കിൽ നല്ല കളി കളിച്ച് അവർക്ക് ഈ വർഷത്തെ UCL കിരീടം നിലനിർത്താൻ സാധിക്കും. കാരണം അത് ഒരു പക്ഷേ അവർ അപ്പുറത്തെ ബോട്ടിലാണെങ്കിൽ അവിടെ ആർസനലും സിറ്റിയൊക്കെയാണ് അവർക്കെതിരെ മത്സരിക്കാൻ വരുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ അത്ര ഡിഫിക്കൽട്ടി ആയ ടീമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഈ വർഷത്തെ UCL ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബാർസലോണയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അടുത്ത മാച്ചാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് പോരാട്ടം. ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോർട്ട്മുണ്ടിൻ്റെ മാച്ച് ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അവരുടെ മാച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവർ PSV പോലത്തെ ഒരു അടിപൊളി ടീമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടറിലേക്ക് എത്തിയത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അത്ലറ്റിക്കോ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇന്റർ മിലാനെ കീപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടറിലേക്ക് വരുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ മാനേജർ സിമിയോണിയാണ്. പല രീതിയിലുള്ള ടാക്ടിക്സ് അറിയുന്ന ഒരു അടിപൊളി മാനേജറാണ്. വർഷങ്ങളോളം അത്ലറ്റിക്കോനെ പരിശീലിപ്പിച്ച ഒരു ഹിസ്റ്റോറിക്കൽ മാനേജറാണ്. അപ്പോൾ ഒരു പക്ഷേ ബൊറൂഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ അവർ വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ ബൊറൂഷ്യ പെട്ടു എന്ന് പറയാം. കാരണം 2, 3, 4, 5 ഡിഫൻസിനെ ഒരു ബസ് പാർക്കിംഗ് ഡിഫൻസിനെയൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം മത്സരത്തിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിപ്പുള്ള ഒരു മാനേജറാണ്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റു കാര്യമാണ് ഗ്രീസ്മാനെ പോലത്തെ നല്ല പ്ലേയേഴ്സ് അതിന് നല്ല ഫോമാണ്. അതായത് ഗ്രീസ്മാനൊക്കെ ഒരു അൺറേറ്റഡ് ആയിട്ട് പറയേണ്ട ഒരു പ്ലെയറാണ്. ഏത് പൊസിഷനിൽ നല്ല രീതിയിൽ കളിക്കുന്നു, അതായത് ടാക്കിൾ ചെയ്യുകയാണെങ്കിലും ഇന്റർസെപ്ഷനിലാണെങ്കിലും അതുപോലെ തന്നെ അപ്പുറത്ത് ഗോൾ അടിക്കാനാണെങ്കിലും ഒക്കെ ഒരു ഫുൾ പ്ലെയറായി കളിക്കുന്ന ഒരു താരമായിരിക്കുകയാണ് ഗ്രീസ്മാനൊക്കെ. അപ്പോൾ അതൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലസ് പോയിന്റ് ആയിട്ട് കാണാൻ സാധിക്കും. തീർത്തും അവിസ്മരണീയമായ പോരാട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാം മുന്നോട്ട് വരാൻ പോകുന്നത്. സെമിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആവേശമുള്ള പോരാട്ടം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്താവും ഈ മത്സരങ്ങളൊക്കെ ഒരു പ്രഡിക്ഷൻ ഉള്ളത് തീർത്തും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. സീ യു സൂൺ.